ഗൈസ് വെൽക്കം ടു അനദർ ഹോം ടൂർ. ഇന്ന് എൻ്റെ കാക്കൊൻ്റെയും താത്താൻ്റെ പുതിയ വീടിൻ്റെ പാൽക്കാച്ചിലായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഹോം ടൂറും കൂടി നമുക്ക് കണ്ടാലോ. ആൻഡ് ഫസ്റ്റ് തന്നെ സിറ്റൗട്ട് നല്ല അടിപൊളിയാണ്. ആൻഡ് ഇത് കുട്ടികളുടെ റൂമാണ്, ചിൽഡ്രൻസ് റൂം. കുറേ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് ഇതാ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നല്ലൊരു എസ്തെറ്റിക് ഫീൽഡ്സിൽ അവിടെ കണ്ടില്ലേ ഒരു വാൾ ഡെക്കറൊക്കെ വെച്ചിട്ട് നല്ല എസ്തെറ്റിക് ഫീൽഡ്സിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലത്തെ ഇതാണ് സോഫ ഗൈസ്. നല്ല അടിപൊളി സോഫയാണ് വിത്ത് ടേപ്പായി കോംബോ ആണ്. അടിപൊളി ഇഷ്ടമായി. കാരണം മെയിനായിട്ട് അത് ആ ഒരു കളറിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കണ്ടില്ലേ ഷെൽഫ്സ് അവർക്ക് നല്ല അടിപൊളിയായി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ പാർട്ട് ഏരിയയാണ് ആ വാഷ് പ്രൈസ്. പിന്നെ നമ്മുടെ ടേബിൾ വെച്ചിരുന്നു. ആൻഡ് കണ്ടില്ല ഇതൊക്കെ എത്ര നല്ല അടിപൊളിയായിട്ടാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത് നോക്കൂ ഗായ്സ്. വാവ്, അടിപൊളിയല്ലേ ഇത് കണ്ടോ ഗായ്സ്. ഏറ്റവും നല്ല അടിപൊളിയായി ഓർഗനൈസ് ചെയ്ത ഒരു ഭാഗം തന്നെയാട്ടോ ഇത് കിച്ചണിലെ. ആൻഡ് ഇതാണ് ഫസ്റ്റ് കിച്ചൺ. ഇത് സെക്കൻഡ് കിച്ചൺ ആണ്. സെക്കൻഡ് കിച്ചണിൽ ഇതുപോലെ പാത്രങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അടുപ്പ് അതുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് ഗൈസ് നമ്മുടെ അടുപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇനിയുണ്ട് ഒരു കിച്ചൺ കൂടി ആൻഡ് നമുക്ക് കാണാം. ആൻഡ് ആ കിച്ചണാണ് തേർഡ് കിച്ചൺ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ഈ തേർഡ് കിച്ചണിൽ എവിടെയാണ് ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ഓപ്പൺ കിച്ചണായി പ്രകൃതിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ജോലി ചെയ്യാം. അങ്ങനത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു അത്. അതുപോലെ തന്നെ ഓയിൽ ഡിസ്പേഴ്സ് ഉണ്ടായിരുന്നു. അടിപൊളിയായി ഓർഗനൈസ് ചെയ്ത് അടിപൊളിയായി വെച്ചിരുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ സോഫ. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ. ഇതാണ് വേറൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമാണ് അവരുടെ ഫാമിലി ബെഡ്റൂം. അതായത് എല്ലാവർക്കും ഒരുമിച്ച് പോലുള്ള ബെഡ്റൂം. അത് കണ്ടില്ലേ, കട്ടിലിൻ്റെ അടിയിൽ ലൈറ്റ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല സ്മൂത്തായിട്ടുള്ള കിടക്കാണ് ഇവിടെ. അങ്ങനത്തെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ആ ഒരു ലൈറ്റ് കണ്ടില്ലേ ഗൈസ്. അതുപോലെ തന്നെ ഡോറ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മൾ ആദ്യം കണ്ട സിറ്റ് ഔട്ട് കേട്ടോ. ഇതിൽ ഈ പ്രത്യേകിച്ച് ഭംഗി എന്ന് പറയുന്നത് ചവിട്ടി കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായി സൂപ്പറായി വെച്ചിരുന്നു കേട്ടോ. ആൻഡ് അടുത്തത് ഒരു ഗിഫ്റ്റ് തുറക്കലാണ്. ആൻഡ് നമ്മുടെ ഫ്രിഡ്ജാണ് വന്നേക്കുന്നത് കേട്ടോ. ആൻഡ് ഇത് വേറൊരാളെ ഗിഫ്റ്റാണ്. അതൊരു അൺബോക്സിങ് തന്നെയാണ് ഗൈസ്. ഇത് നമ്മുടെ ഫ്രിഡ്ജാണ്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എല്ലാതും ഇതും വരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് ഈ സംഭവമായിട്ട് തന്നെ കേട്ടോ അൺബോക്സ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല കഷ്ടപ്പാടാണ് ആണൊക്കെ അൺബോക്സിങ് ഒക്കെ ചെയ്ത് ഇത് വെക്കാൻ. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചിലവർക്കെങ്കിലും പരിചയമായിട്ടുണ്ടല്ലോ അല്ലേ. യെസ് ഗൈസ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. ആ ഒരു നേരത്തെ കണ്ടൊരു കോർണറിലാണ് നമ്മൾ ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ലോണം ഓർഗനൈസിങ് ഒക്കെ ചെയ്ത് വെക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. പുതിയ മോഡലാണെന്ന് തോന്നുന്നു. കാരണം വേറെ വെറൈറ്റി ഓർഗനൈസേഴ്സാണ്. അതുപോലെ തന്നെ മേലത്തെ കൂളറായാലും കൂളറെന്നാണ് പറയുന്നത്. അതെല്ലാം അടിപൊളിയാണ്. ആൻഡ് അങ്ങനെ കുറേ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് എല്ലാവരും പാടെ അങ്ങോട്ട് ഗിഫ്റ്റ് തുറക്കലായി. ആൻഡ് ഗൈസ് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.